ചിന്നക്കനാലിലെ പുതിയ അരിക്കൊമ്പനാകാൻ തുനിഞ്ഞ് ചക്കക്കൊമ്പൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. റേഷൻ കടയ്ക്ക് പിന്നാലെ വീടിന് നേരെയും ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ നേരിയ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാലുകാർ. മൊട്ടവാലനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്കക്കൊമ്പൻ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പന്നിയാറിലെ റേഷൻ കട ആക്രമിച്ച് അരി ഭക്ഷിച്ചു. ഇതിന് പിന്നാലെ 301 വീടും ഇടിച്ചു പൊളിച്ചു. ഇപ്പൊ ഈ അരിക്കൊമ്പൻ പോയി പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ചാൽ ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. കാരണം ആനകൾ വന്നാലും വലിയ ശല്യമൊന്നുമില്ല, എവിടെ മാറി എന്ന് അങ്ങനെ പൊയ്ക്കോളുന്നു. പക്ഷെ ഇപ്പൊ ഈ ചക്കക്കൊമ്പൻ വന്ന് വീട് ഇടിക്കാൻ തുടങ്ങിയ ശേഷം ഇനിയിപ്പോൾ ആളുകളുള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളിലും ആന ഇടിക്കും. അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ എന്തായാലും ജീവഹാനിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടം എപ്പോഴും ഞാൻ കൊണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇവിടെ. കാരണം തിന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന നിൽക്കുകയല്ലോ, എല്ലാ വീടുകളിലും തന്നെ വന്ന് ഇടിക്കാൻ ശ്രമിക്കും. അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരം ഇരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട. പൂർണ്ണമായും തകർന്ന കട പിന്നീട് പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കട ആക്രമിച്ചത്. തീർച്ചയായും കാരണം നമ്മൾ ഈ അരിക്കൊമ്പൻ ഇവിടെ പോയതോടുകൂടി അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. 5-8 മാസമായുള്ളൂ നമ്മളിങ്ങോട്ട് മാറിയിട്ട്. ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു, വനം വകുപ്പാണ് നമ്മൾ നല്ലൊരു ഫെൻസിങ് വെച്ച് തന്നു. അപ്പോൾ ഫെൻസിങ് എല്ലാം ഉള്ള ഷുവർട്ടിയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിങ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. ഇന്നലെയും ഒരു വീടങ്ങാണ്ട് പൊളിച്ചു കളഞ്ഞായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് പറഞ്ഞാൽ ഈ രീതിക്ക് ഇവിടെ വെച്ച് റേഷൻ നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തനയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടും കടകളും ആക്രമിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു. ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങിത്തുടങ്ങിയാൽ വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും ആകാത്ത സാഹചര്യം മേഖലയിൽ വീണ്ടും ഉണ്ടാകും. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.